രാജേഷ് ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം മമ്മൂക്കയ്ക്കോ ലാലേട്ടനോ ഒക്കെ അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് ആ സമയത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫാക്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കാറുള്ളത് പല പ്രാവശ്യവും. പിന്നെ അതിനകത്ത് ചില ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കും. എന്തെങ്കിലും തെറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിനകത്ത് തെറ്റ് പറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കും. ഇന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് പറ്റിയെന്നുള്ളത്. പക്ഷേ ഇവിടെ ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മമ്മൂക്കയെ വിടാതെ പിന്തുടരുന്നത്. അത് നല്ല രീതിയിലുള്ള ഇവരുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ആളുകളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതും അവരുടെ വ്യൂസ് എന്ന് പറയുന്നതും വളരെ കൂടുതലായിരിക്കും. ആ കാര്യം മമ്മൂക്കയെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള, മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകളുടെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സബ്സ്ക്രൈബേഴ്സ് പൊതുവെ കുറവായിരിക്കും, അവരുടെ ലൈക്കും കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പലപ്പോഴും സാധിക്കുന്നില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകൾക്ക് കേൾക്കാനുള്ള ഒരു അവസരമില്ല. മറ്റവരായിട്ട് ആവട്ടെ, അവർ പറയുന്ന വീഡിയോകൾ, അവർ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ഞാൻ പറഞ്ഞ കണക്ക് മമ്മൂക്ക കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ, അതായത് ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഏതിനെങ്കിലും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു ചാനൽ, അത് ഞാൻ ഇപ്പോൾ പറയുന്നത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറുനാടൻ മലയാളിയായിട്ട് ആരും വ്യാഖ്യാനിക്കാൻ വേണ്ട ഞാൻ ഈ പറയുന്നത്. മറ്റൊരു ചാനൽ, അതുപോലുള്ള അതേ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ, അവർ രണ്ട് രീതിയിലാണ് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ രണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ലാലേട്ടൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സാമൂഹിക പ്രവർത്തകരോ, അവരെ എനിക്കറിയില്ല, അവരുടെ എന്തോ ഒരു പേരും പറയുന്നത് കേട്ട്, ധന്യെന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നത് കേട്ട്. അപ്പോൾ അവർ ലാലേട്ടനെ ഇപ്പം ഈ അടുത്ത കാലത്ത് രാധിക ശരത് കുമാർ ഒരു ക്യാരവാനകത്ത് ക്യാമറ വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു വിവാദം അവർ പറഞ്ഞ വാക്കുകളിൽ ഉണ്ടായപ്പോൾ അത് പലരും വീഡിയോ ചെയ്ത്, നമ്മളെല്ലാവരും വീഡിയോ ചെയ്ത്. അപ്പം ലാലേട്ടൻ്റെ മാത്രം ചിത്രം വെച്ചുകൊണ്ട് ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഈ ധന്യ എന്ന് പറയുന്നവരോ മറ്റോ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവരെ വിമർശിക്കുകയാണ്. അത് നിലവിൽ അയാൾ സ്ഥാപിച്ചു വരുന്നത് എനിക്ക് തോന്നുന്നു രാമലീല എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. ശരിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരുമ്പം ഈ പറയുന്ന കണക്ക് രാമലീല എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷനിലേക്ക് ആൾക്കാർ സംശയിച്ചാൽ തെറ്റില്ല. കാര്യം മുകേഷിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നുമില്ല. കാര്യം അവർ 4 സിനിമകൾ ഈ അടുത്ത കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. രാമലീല എന്ന് പറയുന്ന സിനിമ, അതുപോലെ ഗ്യാമ്പിനോസ് എന്നോ മറ്റോ ഒരു സിനിമ, പവി കെയർടേക്കർ, ഇട്ടിമാണി, ഈ 4 സിനിമകളുണ്ട്. അപ്പോൾ ഈ 4 സിനിമകളിലെ ചിലപ്പോൾ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ ലൊക്കേഷനിലായിരിക്കാം, ബാക്കിയുള്ള എല്ലാം തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പോൾ അവിടെ ഞാൻ തീർച്ചയായിട്ടും ഈ ചാനലിനോട് നമുക്ക് യോജിക്കാൻ പറ്റും. കാര്യം ലാലേട്ടനെ മാത്രം ചിത്രം ഇടുമ്പം 4 സിനിമകളിൽ 2 ദിലീപും 1 ലാലേട്ടനും 1 എനിക്ക് തോന്നുന്നു സംവിധായകൻ വിനയൻ്റെ മകനും ആയിരിക്കുമ്പം ഈ ലാലേട്ടനെ മാത്രം ചിത്രം അവിടെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സംശയത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ലാലേട്ടനെ മോശക്കാരൻ. അതിനകത്ത് ഞാൻ ആ ചാനലിനോട് നമുക്ക് വേണമെങ്കിൽ അത് യോജിക്കാം. പക്ഷേ മറുവശത്ത് മമ്മൂക്കയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന കണക്ക് ഈ പ്രാവശ്യവും മമ്മൂക്കയെ വളരെ മോശമായിട്ടുള്ള അതായത് മമ്മൂക്കയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിന് ആധാരം. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നതിനകത്ത് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ആദ്യം മമ്മൂക്ക പ്രതികരിക്കാതിരുന്നതിൻ്റെ കാരണം സംഘടനയും സംഘടനാ നേതൃത്വവും പ്രതികരിക്കട്ടെ എന്ന് കണക്കാക്കിയിട്ടാണ് മമ്മൂക്ക മാറി നിന്നത്. അത് ഈ പറയുന്ന കണക്ക് സാമാന്യ വിവരവും ബുദ്ധിയും ബോധവും ഉള്ള എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവും. നമ്മളത് വളരെ മുന്നേ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് പലരും ചോദിച്ചതിൻ്റെ മറുപടിയായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക പ്രതികരിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ആ സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹിയല്ല, മമ്മൂക്ക അതിൻ്റെ ഒരു മെമ്പർ മാത്രമാണ്. അപ്പോൾ ഔദ്യോഗിക ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകട്ടെ എന്ന് മമ്മൂക്ക കരുതിയിട്ടുണ്ടാകുമെന്ന് എൻ്റെ നിരവധി വീഡിയോകളിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഇപ്പം മമ്മൂക്ക ഏതാണ്ട് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇയാൾ ഈ ചാനലിൽ അവതാരകൻ എന്ന് പറയുന്നവൻ മമ്മൂക്കയെ കളിയാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വം പ്രതികരിക്കട്ടെ. പക്ഷെ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇപ്പോൾ ഒരു നേതൃത്വം ഇല്ല. നേതൃത്വം ഇല്ലെന്നല്ല, അമ്മ എന്ന് പറയുന്ന സംഘടന ഇല്ലെന്നാണ് അയാൾ പറയുന്നത്. നേതൃത്വം ഇല്ലെന്നല്ല അയാൾ പറയുന്നത്, സംഘടനയില്ല, സംഘടന പിരിച്ചുവിട്ടുന്നു. അതെങ്ങനെ സംഘടന പിരിച്ചുവിടുന്നത്? ഇതൊന്നും ബുദ്ധിയും ബോധവും ഇല്ലാതെയാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഒരു സംഘടനയുടെ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രജിസ്റ്റർ ചെയ്യപ്പെട്ട അമ്മ എന്ന് പറയുന്ന സംഘടന ഇല്ലാതാവുന്നതാണ് അതിൻ്റെ അർത്ഥം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ച് പൂർണ്ണമായിട്ട് എല്ലാവരും രാജിവെച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുന്നിടം വരെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെ ഉണ്ടാവും. അതായത് ഒരു അഡ്ഹോക്ക് എന്നുള്ള രീതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും. അതിവിടെയുണ്ട്. അടുത്ത 2 മാസം കഴിഞ്ഞ് പുതിയ ജനറൽ ബോഡി വിളിച്ച് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെയും പുതിയ ഇലക്ഷനും വരുന്നിടം വരെ ഈ പറയുന്ന കണക്ക് താൽക്കാലികമെന്നുള്ള രീതിയിൽ കൂടെ ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടരും. അപ്പോഴും തുടരുന്നുണ്ട്. പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇല്ലാതായെന്ന് പറയാനാണെങ്കിൽ, അമ്മ എന്ന് പറയുന്ന സംഘടന എല്ലാ മാസവും ഏതാണ്ട് 1-ാം തീയതി ഏതാണ്ട് 506 മെമ്പേഴ്സിൽ 116ഓളം മെമ്പേഴ്സിന് കൈനീട്ടമെന്ന് പറയുന്ന 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട് അവർ.
അവരിപ്പോൾ ഈ മാസവും അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അവർ തുടരുന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മയെന്ന് പറയുന്ന സംഘടന ഇല്ലാതായെന്ന് അയാൾ എങ്ങനെയാണ് പറയുന്നത്? സംഘടന ഇല്ലാതായി, അതെന്തൊരു വിവരം കെട്ട വർത്താനമാണ്. സംഘടന എങ്ങനെ പിരിച്ചു വിട്ടുന്നത്? സംഘടന എങ്ങനെ പിരിച്ചു വിടുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചെന്ന സംഘടന എങ്ങനെ പിരിച്ചു വിടുന്നത്? സംഘടന എവിടെ തന്നെ ഉണ്ടാവും. അതിന്റെ രജിസ്ട്രേഷനും അതിന്റെ കാര്യങ്ങളും ഒന്നും ക്യാൻസൽ ആയിട്ടില്ല, അവരുടെ പ്രവർത്തനങ്ങളും ഒന്നും ഇല്ലാതായിട്ടില്ല. വെറും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമാണ് അവിടെ നിന്ന് ഇല്ലാതായിട്ടുള്ളത്. അത് രാജിവെച്ച് പോയി അവർ താൽക്കാലിക ഒരു വ്യവസ്ഥയിൽ അവർ തുടരുകയും ചെയ്യും. പിന്നെ അവരിങ്ങോട്ട് വന്നിട്ട് പിന്നെ അതിന്റെ താഴോട്ട് വന്നിട്ട് പറയുന്ന മമ്മൂക്ക അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ ലാലേട്ടന്റെ പോസ്റ്റിന് എന്താ ഈച്ചയടിയോ അങ്ങനെ കണ്ടു പറഞ്ഞു, കോപ്പിയടി എന്നുള്ള രീതിയിലായിരിക്കും ഈച്ചയടി എന്താണ്ട് വർത്തമാനം പറയുന്നത് കേട്ട്. പിന്നെ മമ്മൂക്ക ഒരു കുറുക്കനാണെന്നോ, മമ്മൂക്ക ഇതിനകത്തുനിന്ന് മാറി നിൽക്കുകയാണ്, മമ്മൂക്കയുടെ പതിവൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെന്നോ ഒക്കെ പതിവ്. മമ്മൂക്ക പറഞ്ഞാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശരി. ഇപ്പം മോഹൻലാൽ ഇപ്പോഴാണ് അദ്ദേഹം അദ്ദേഹം ഈ പ്രസിഡന്റായിട്ട് അല്ലാതായത്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹം ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണം സ്വാഭാവികമായിട്ടും ഈ കേരള സമൂഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയും ലാലേട്ടനും ഇപ്പം തുല്യമാണെന്ന് അയാൾ പറഞ്ഞത് ശരിയാണ്, ഇപ്പം തുല്യമാണ്. പക്ഷേ ഈ വിവാദം, ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും അതിനകത്തെ പല പ്രമുഖ നടന്മാർക്കെതിരെ കേസെടുക്കുന്ന സമയത്തും ഈ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാലായിരുന്നു. അന്നേരം മോഹൻലാൽ പ്രതികരിക്കാനായിട്ട് വന്നു. അന്നേരം മോഹൻലാൽ ഭാര്യയുടെ സർജറിയാണ്, ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ഏതാണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങാണ്ട് ഇങ്ങോട്ട് വന്ന് അവരെ എല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചല്ലോ. അന്നേരം ഈ മോഹൻലാൽ അവിടെ പോയായിരുന്നു. അപ്പം അന്നേരം പ്രതികരിക്കേണ്ടുന്ന സമയത്ത് മോഹൻലാൽ പ്രതികരിച്ചില്ല. പിന്നീട് രാജിവെച്ചതിന് ശേഷമാണ് മോഹൻലാൽ വന്നിട്ട് ഇപ്പം ഒരു ക്രിക്കറ്റ് ലീഗിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോഹൻലാൽ അവിടെ പ്രതികരിക്കുന്നത്. അതുവരെ മോഹൻലാൽ അവിടെ പോയി കിടന്ന്. അപ്പം പ്രതികരിക്കേണ്ടുന്ന സമയത്ത് മോഹൻലാൽ പ്രതികരിക്കാത്തതുകൊണ്ടാണ് മോഹൻലാലിന്റെ പ്രതികരണങ്ങൾക്ക് വേണ്ടി മമ്മൂട്ടി കാത്തു നിന്നു, അല്ലെങ്കിൽ കേരള സമൂഹം കാത്തു നിന്നു എന്ന് പറയുന്നത്. മമ്മൂക്ക ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ മമ്മൂട്ടി ഇതിന്റെ ആരുമല്ല, വെറും ഒരു അംഗം മാത്രമാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും അദ്ദേഹം ഇല്ല. അപ്പൊ പിന്നെ അന്ന് പ്രതികരിക്കേണ്ടെന്ന മോഹൻലാൽ ഇപ്പൊ വന്ന് പ്രതികരിച്ച്. മമ്മൂക്ക വെയിറ്റ് ചെയ്തത് അത് തന്നെയാണ്, ലാലേട്ടന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് മമ്മൂക്ക വെയിറ്റ് ചെയ്തത്. അതുപോലും ചിന്തിക്കാൻ കഴിവില്ലാതെ ഞാൻ പറഞ്ഞ കണക്ക് കുറെ സബ്സ്ക്രൈബേഴ്സും കുറെ ലൈക്കിന്റെയും ബലത്തിൽ വന്നിട്ട് ഒരു മനുഷ്യനെ എന്തെല്ലാം പറയാം, അതുപോലുള്ള കഴിഞ്ഞ്. ഇപ്പൊ മാത്രമല്ല, ഏതോ ഒരു വിവരം കെട്ടവും വന്ന് ആ മനുഷ്യനെതിരെ കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ് എന്തോ അവന്റെ കുടുംബത്തിലെങ്ങാണ്ട് അവന്റെ പിടിപ്പീട് കൊണ്ടോ കഴിവുകേട് കൊണ്ടോ എന്തോ കുഴപ്പമുണ്ടായതിനും ഈ മനുഷ്യനെ വന്നങ്ങ് വീഴ്ത്തിക്കളയാം, ഈ മനുഷ്യനൊരു തിരിച്ചുവരവ് റീ എൻട്രി ഉണ്ടാവത്തില്ല എന്നൊക്കെ അയാൾ പറഞ്ഞപ്പം അതും ഏറ്റുപിടിച്ച ചാനലുകളിൽ ഒന്നാണ് ഇവന്റെ ചാനൽ. ഇപ്പോഴും ഇവൻ ഇത് തന്നെയാണ് വിളമ്പുന്നത്. ഒരു സൈഡിൽ മോഹൻലാലിനെ തലോടിയിട്ട്, മമ്മൂക്കെ തലോടണമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഫാക്റ്റിന്റെ പുറത്ത് സംസാരിക്കണം. എൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, ഞാൻ പോയിന്റ്സ് വെച്ചിട്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ആരെങ്കിലും ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് പോയിന്റ് വെച്ചിട്ടാണ്, അല്ലാതെ ഞാൻ ഈ വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ പറയാറില്ല. ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയാറില്ല. പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മൾ വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ മമ്മൂക്കെ ഈ പറഞ്ഞ കണക്ക് ഒരു ചാനലിൽ കൂടെ അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇന്നും എനിക്ക് തോന്നുന്നു മമ്മൂക്കെ വിമർശിക്കുമ്പോഴല്ല ഈ ഒരുത്തനാണ് ഇരുന്ന് ഈ പറയുന്നത് പലപ്പോഴും. അപ്പൊ ഈ പ്രാവശ്യവും അത് തന്നെയാണ് തുടർന്നിരിക്കുന്നത്. നെടും തൂണാണ്, മറ്റേതാണ്, മറച്ചതാണ്, രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ രണ്ടുപേരുടെ ആദ്യ പ്രതികരണങ്ങൾ കഴിഞ്ഞതോടുകൂടി. പിന്നെ ഒരു സംഘടനാ രീതി എന്താണെന്ന് അറിയണമെങ്കിൽ സംഘടനയ്ക്ക് അത് പ്രവർത്തിക്കണം. എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകരിൽ പ്രവർത്തിക്കുന്ന ഒരുത്തനാകുമ്പോൾ അവിടെ ഒരു സംഘടനയില്ലേ, അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ എല്ലാം കൂടെ ചേർന്നൊരു സംഘടനയില്ലേ, ആ സംഘടനയ്ക്ക് ഒരു രീതിയില്ലേ. ഇപ്പം ഇവൻ ആ സംഘടനയ്ക്കകത്ത് ഏതെങ്കിലും മെമ്പറോ ആരെങ്കിലും എന്തെങ്കിലും ആണെങ്കിൽ ഇവൻ വിവരക്കേട് കാണിച്ചാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാം കൂടെ അവനെ തൂക്കിയെടുത്ത് വെളിയിൽ കളയത്തില്ലയോ, അല്ലെങ്കിൽ കാരണം നോട്ടീസ് ചോദിക്കത്തില്ലയോ, കാരണം കാണിക്കൽ നോട്ടീസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടനാ രീതി അറിയാതാണോ വന്നിരുന്നുകൊണ്ട് ചാനലിനത് ചെയ്യുന്നത്? കുറച്ചുകൂടെ നല്ല രീതിയിൽ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഒരുപാട് സംസ്കാരം താഴാൻ അനുവദിക്കാത്തത് കൊണ്ട് ഈ രീതി പറഞ്ഞത് അവസാനിപ്പിക്കുക. താങ്ക് യു.